ശക്തമായ ശാക്തേയ കർമ്മം വിധാനങ്ങൾ ഉണ്ടായിരുന്ന ശാക്തേയ കാവുകൾ നിലനിന്ന സ്ഥലം കണ്ണൂരാണ്. കാരണം നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, കാളി രൂപയാണ്. ആ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് കാളിയിലുള്ള ആ മാലകൾ എന്ന് പറയും. കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ വരുന്ന വെളിച്ചപ്പാടുകളുണ്ട് അല്ലെ, കാവ് തീണ്ടലിന് വരുന്ന വെളിച്ചപ്പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ അവർക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു കാര്യം മനസ്സിലാവും. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ സമാനമായ ഭാവവിശേഷങ്ങളുള്ള ദേവി കൂടിയാണ് കാളി. അതുകൊണ്ട് തന്നെ കാളി രൂപത്തിനെ പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കണ്ണൂരിൻ്റെ വിഷയം പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ എപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ചോര വീഴുന്നതിന് കാരണം അവിടെ ശാക്തേയ പൂജകൾ നിലനിന്നിരുന്നൊരു സ്ഥലമായിരുന്നു. ആ കാവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ശാക്തേയ കുരുതികൾ ഇല്ലാതായതിൻ്റെ പേരിലാണ് അവിടെ ചോരക്കളമായി മാറിയത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഒരു ജനവിഭാഗത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി വളരെയധികം ബന്ധമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏതൊരു ഗോത്ര സംസ്കൃതിയെ നമ്മൾ പരിശോധിച്ചാലും അവരുടെയൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതചര്യകൾ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. അവരുടെ കൃഷിയായാലും അവരുടെ ഉത്സവങ്ങളായാലും അവരുടെ ആഹാര രീതികളായാലും അവരുടെ ആഭരണങ്ങളായാലും അവരുടെ അറിവുകളായാലും എല്ലാം ബന്ധപ്പെട്ട് ഈ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഭാരതത്തെ പൊതുവെ അത് ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്നാലും ഭാരതത്തെ സംബന്ധിച്ചിട്ട് പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഈ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് പറയുന്ന പ്രധാനമായ അവരുടെ സാംസ്കാരികമായ വൈവിധ്യതയും അതിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ കണ്ണൂരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലബാറിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ശാക്തേയ കർമ്മം വിധാനങ്ങൾ ഉണ്ടായിരുന്ന ശാക്തേയ കാവുകൾ നിലനിന്ന സ്ഥലം കണ്ണൂരാണ്. കാരണം നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, അതായത് നമ്മുടെ ചൂർണി അല്ലെങ്കിൽ നമ്മുടെ പെരിയാറിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. അവിടെ ഒന്നുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഈ താന്ത്രിക സമ്പ്രദായത്തിൻ്റെ ചെറിയ അംശങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം ഭാരതപ്പുഴയുടെ ഇടയിലേക്ക് വരുമ്പോൾ അവിടെ വൈദിക സംസ്കാരത്തിൻ്റെ വലിയൊരു ആധിപത്യം കാണാൻ പറ്റും. അവിടെയാണ് യാഗങ്ങളും മറ്റുമൊക്കെ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. വൈദിക സമ്പ്രദായങ്ങൾ, അത് വൈദിക മഠങ്ങൾ കൂടുതലുള്ളത്, ഓത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഭാരതപ്പുഴയ്ക്കും പെരിയാറിനും ഇടയ്ക്കുള്ള ഭാഗത്താണ്. അതിനുശേഷം ഈ ഭാരതപ്പുഴ കഴിഞ്ഞ് വീണ്ടും വടക്കോട്ട് പോകുമ്പോഴാണ് ശാക്തേയത്തിൻ്റെ ഇരിപ്പിടങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാക്തേയത്തിന് ഏറ്റവും ശക്തിയുള്ള ഇടങ്ങളെന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ് അങ്ങോട്ട് മാറി വടകര കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡിൻ്റെ പാതിഭാഗം വരെയുള്ള ഒരു പ്രദേശത്ത് മുഴുവൻ ശാക്തേയ കാവുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ജനവിഭാഗം, ശാക്തേയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഭാഗക്കാർ ഇന്നും അന്നുമൊക്കെ ഏറ്റവും കൂടുതലുള്ളവരാണ്. അപ്പോൾ അവിടെ ഈ ശാക്തേയ കർമ്മത്തിന് ഈ ശാക്തേയ കാവുകളിലെല്ലാം തന്നെ കണ്ണൂർ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കണ്ണൂരത്തെ ദേവതയുടെ രൂപഭാവങ്ങളെല്ലാം തന്നെ രണസ്വഭാവമുള്ള ഒന്നാണ്, അല്ലെങ്കിൽ അവിടെ ഈ വീര ആരാധനയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സമ്പ്രദായമാണ്. സാത്വികമായിട്ടില്ല, അവിടെ രജോ ഗുണപ്രധാനമായിട്ടുള്ള കാവുകളാണ് കൂടുതലായിട്ടുള്ളത്. ആരാധനയും ഒക്കെ തന്നെ, ഉത്സവങ്ങളെല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഭാവത്തിലുള്ള ദേവതകളെ ആരാധിച്ചിരുന്നതും വരെ കുടിയിരുത്തിയതും എല്ലാം ഈ ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം മാറി വന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ട് മാറുകയും ആദിമ മനുഷ്യരായി അന്ന് കുടിയിരുത്തപ്പെട്ടവന്നവരോ അല്ലെങ്കിൽ കാവ് സമ്പ്രദായത്തിൽ ആരാധിച്ചിരുന്നവരോ നടത്തിക്കൊണ്ടിരുന്ന ആരാധനാക്രമങ്ങൾ അവിടെ തെറ്റിപ്പോയതോടുകൂടി അവിടുത്തെ ദേവതയ്ക്ക് ആ ഭാവങ്ങൾ ഒരിക്കലും മാറാൻ സാധിക്കില്ല. ആളുകൾക്ക് മാറാൻ സാധിക്കും, ദേവതകൾക്ക് മാറാൻ സാധിക്കില്ല. അപ്പോൾ ദേവതകൾ ആ ബലികർമ്മത്തിൻ്റെ ഒരു ആവശ്യകത, ദേവതകളെ കുടിയിരിക്കുന്ന ആ ബലികർമ്മത്തിലാണ്. അപ്പോൾ ആ ബലികർമ്മത്തിൽ ഉള്ള ദേവതകൾക്ക് ബലി കിട്ടാതെ വരുമ്പോൾ അതേ തന്നെ സമുദായ വിഭാഗത്തിലേക്ക്, ആളുകളിലേക്ക് ഇവിടെയുള്ള ഈ ദേവതകളുടെ സന്നിവേശപ്പെടൽ ഉണ്ടാവും. ആ സന്നിവേശപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ രണോത്സുകത അല്ലെങ്കിൽ ഈ ക്രൗര്യത കൂടി വന്നതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് പൊതുവെ അവർക്കൊരു ശൗര്യം കൂടുതൽ. അവർ കണ്ണൂരുകാർ നോക്കൂ, കേരളത്തിൻ്റെ ഭരണ കാര്യത്തിൽ അല്ലെങ്കിൽ രാജനൈതിക രംഗത്ത് ഏറ്റവും കൂടുതൽ അടക്കി വാന്നിരിക്കുന്നവരോ ഇല്ലെങ്കിൽ ഭരിക്കപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഈ കണ്ണൂരിൽ നിന്ന് ഉള്ളവരാണ്. അതെനിക്ക് വൈകാരികമായി ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണ് അവിടെ കമ്മ്യൂണിസത്തിന് വിളനിലമായി മാറിയത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കെ സുധാകരൻ, എല്ലാവരും അങ്ങനെയാണ്. അവരൊക്കെ അവരുടെയൊക്കെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഊർജ്ജമല്ല. CPM-ലേക്ക് പോരാട്ട വീര്യം കൂടിയ ആളുകളാണ് അവിടുത്തെ ഈ ഉയർന്നു വരുന്ന യുവതലമുറ മുതൽ പഴയ കാലഘട്ടത്തിലെ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇത് സ്വാംശീകരിക്കപ്പെട്ടത് മുഴുവൻ, വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാംശീകരിക്കപ്പെട്ടത് മുഴുവൻ ഈ
ശാക്തേയ മൂർത്തികളിൽ നിന്നുണ്ടാകുന്ന വീര്യം തന്നെയാണ് അവരുടെ ഗോത്രവീര്യം. ആ വീര്യം തന്നെയാണ് അവരുടെ പോരാട്ട വീര്യം. അപ്പോൾ ഈ പോരാട്ട വീര്യത്തിൽ അന്ന് ബലി കൊടുത്തുകൊണ്ടിരുന്ന ഈ ദേവതകൾക്ക് സന്നിവേശം, ഈ പോരാട്ട വീര്യം മാത്രമല്ലല്ലോ സന്നിവേശിപ്പിക്കുന്നത്, അതിൻ്റെ രൂപഭാവങ്ങളും സ്വഭാവങ്ങളും സന്നിവേശിപ്പിക്കപ്പെടും. അങ്ങനെ സ്വഭാവങ്ങളുടെ സന്നിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും ഒന്ന് പറഞ്ഞ് ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ശാരീരികമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും അവിടെ നിരന്തരമായി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം കാവ് വിട്ട് ദേവതകളെല്ലാം ഈ രാഷ്ട്രീയത്തിലുള്ള ആളുകളുടെ നേരത്തേക്ക് മാറിയതുകൊണ്ടാണ്. അവരൊക്കെ ഈ മൂർത്തികളായി തന്നെ മാറിയതാണ്. കാസർഗോഡ് പിന്നെയും തെയ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ എനർജിയെ അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി എല്ലാം അവിടെ ഈ സമ്പ്രദായ രീതി നശിപ്പിക്കപ്പെട്ടു. വളരെ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകാം ലഘു രൂപത്തിൽ. പക്ഷെ അതിൻ്റെ വൈവിധ്യമാർന്ന രൂപത്തിലുള്ള ആ സമ്പ്രദായങ്ങളൊക്കെ പോവുകയും ഈ ദേവതകൾ വെളിയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ വന്നു. കാവ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ആ വെളിയിലേക്കിട്ട് ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊലപാതകത്തിൻ്റെ പരമ്പരകൾ പലപ്പോഴും അവിടെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള അപകടങ്ങൾ നിരന്തരമായി സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ജ്യോതിഷനായിട്ടുള്ള ആളെ കണ്ടു, അവിടെ എന്താണ്, ഏത് എനർജിയുടെ സാന്നിധ്യമാണ്, മൂർത്തി എനർജി ഭാവമാണല്ലോ. അപ്പോൾ ആ മൂർത്തിയെ എങ്ങനെ നമുക്ക് അവിടെ അടക്കി നിർത്താൻ പറ്റും? അവിടെ കൊടുക്കേണ്ടത് ബലികർമ്മമാണെങ്കിൽ അവിടെ ബലികർമ്മം കൊടുത്ത് നിർത്തും. പാലക്കാടിൻ്റെ മണ്ണിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. രക്ഷസമ്പ്രദായത്തിൽ ചെയ്യുന്ന ഭാവങ്ങൾ അങ്ങനെയാണ്. അപ്പം ഈ ബലികൾ അവിടെ നിരോധിക്കപ്പെട്ടതോ നിന്ന് പോയത് കൊണ്ടാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ ഇന്നും രണോത്സുകതയും അക്രമ രാഷ്ട്രീയവും കൊടികുത്തി വാഴാനുള്ള പ്രധാനപ്പെട്ട സാധ്യത. ഈ ശക്തേയം എന്ന് പറയുമ്പോൾ ഏത് ദേവതയാണ്? ഇപ്പോൾ കാളിയാണോ? ഇപ്പോൾ ശക്തയത്തിൽ ഒരുപാടുണ്ടല്ലോ. ശക്തി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ദേവി സ്ത്രീഭാവത്തെയാണ് ശക്തി എന്ന് പറയുന്നത്. പുരുഷഭാവം എന്ന് പറയുന്നത് ശിവനെയാണ്. അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലൊക്കെയുള്ള ആ പ്രയാണം, അത് പ്രയാണം നടത്തുന്നത് ശക്തിയാണ്, ശിവനല്ല. അതായത് സ്ത്രീ രൂപമാണ്, പുരുഷരൂപമല്ല. അപ്പോൾ ഈ സ്ത്രീ രൂപമായ ആ മൂലാധാരത്തിനെ, ആ മൂലാധാര ശക്തിയിൽ കുടികൊള്ളുന്ന ദേവതാ സ്വരൂപത്തിനെ ആരാധിക്കുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ശക്തി ആരാധന അല്ലെങ്കിൽ സ്ത്രീ ആരാധന. ഇവിടെ സ്ത്രീ ദേവതയാണ്. അതുകൊണ്ട് തന്നെ ഈ കാവുകളിലൊക്കെ ഉള്ളതെല്ലാം കാളി സങ്കല്പങ്ങളല്ലേ. ദേവതാ സങ്കല്പങ്ങൾ കൂടുതലും കാളി സങ്കല്പങ്ങളാണ്. ഈ കാളി സങ്കല്പങ്ങളിലെ സാധനകൾ കൊണ്ടാണ് എല്ലാവരും സിദ്ധ ഭാഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്നത്. അത് തൻ്റെ മൂലാധാരത്തിൽ നിന്ന് ഊർജത്തിനെ ഉണർത്തിയെടുക്കാനായിട്ടുള്ള ഒരു മൂർത്തിരൂപമാണ് കാളി അഥവാ ഈ പറയുന്ന സാധനാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധനാ രീതിയിലൂടെയാണ് അവർ കടന്നു പോകുന്നതും ആ കടന്നു പോകുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ബലിയോടുകൂടിയ. അത് പ്രത്യക്ഷ പൂജയിലാവുമ്പോൾ അത് ബലിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു ബിംബാരാധന അല്ലെങ്കിൽ പ്രത്യക്ഷ പൂജ ചെയ്യുമ്പോൾ ഈ പറയുന്ന മകാരങ്ങളെല്ലാം തന്നെ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ബലി എന്ന് പറയുന്നത്. അപ്പോൾ ബലി നിരോധനം വന്നതോടുകൂടിയാണ് ഈ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഈ കാളി ഉപാസനയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുത ശക്തികൾ, കാളി ഉപാസന അല്ലെങ്കിൽ കാളിയെ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാം ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നമ്മളുടെ ദേവതകളെല്ലാം തന്നെ നമുക്കറിയാം, ബഹുദൈവ ആരാധനയല്ല ഹൈന്ദവതയുടെ ഏകദൈവ ആരാധനയാണ്, പ്രപഞ്ചശക്തി ആരാധിക്കുന്നതാണ്. പക്ഷേ കാലാന്തരത്തിൽ ഓരോ ആളുകളുടെയും ആവശ്യാർത്ഥം, അവരുടെയൊക്കെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വൈവിധ്യമുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വൈവിധ്യമുള്ള ഭാവങ്ങളിൽ ദേവതകൾ ഈ എനർജിയെ അല്ലെങ്കിൽ ശക്തിയെ ദേവതാരൂപത്തിലൂടെ വൈവിധ്യമായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ജ്ഞാനത്തിനാണെങ്കിൽ നമ്മളിവിടെ സരസ്വതിയെയും, ധനസമ്പത്തിനാണെങ്കിൽ ലക്ഷ്മിയെയും, ശക്തിക്ക് കാളിയെയും. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ളതാകാം, ശാരീരികമായിട്ടുള്ളതാകാം. ഏതു തരത്തിലുള്ള ശക്തിയെയും ആരാധനയുടെ ഭാവമായിട്ടാണ് കാളിയെ ആരാധിക്കുന്നത്. അപ്പോൾ ആ കാളി ആരാധന നമുക്കറിയാം, കാളി ആരാധനയിലൂടെ ഉപയോഗിക്കപ്പെടുന്ന ശക്തി എന്ന് പറയുന്നത് മൂലാധാര ശക്തിയാണ്. അപ്പോൾ ഒരു സാധകൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപം അടങ്ങിയിരിക്കുന്നത് മൂലാധാരത്തിലാണ്. അപ്പോൾ ആ മൂലാധാരത്തിലുള്ള ആ ശക്തിയെ എത്രയും പെട്ടെന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് കാളിയാണ്. കാളി രൂപയാണ്. ആ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാളിയിലുള്ള ആ മാലകൾ എന്ന് പറയുന്നത്. കാളി ഉപയോഗിക്കുന്ന മാല അഹംബോധത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് കാളിയുടെ കയ്യിലുള്ള നമ്മൾ പറയുന്ന വാളെന്ന് പറയുന്നത്. അപ്പോൾ കാളി ആരാധനയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, കാളിക്ക് പൂർണ്ണതയുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് കാളിക്ക് പൂർണ്ണത? കാളി അർദ്ധഭാവത്തിൽ സ്ത്രീഭാവവും അർദ്ധഭാവത്തിൽ പുരുഷരൂപവുമാണ്. അങ്ങനെ സ്ത്രീ പുരുഷ രൂപത്തിൻ്റെ സംയോഗിക്കപ്പെടുന്ന ഒരു മൂർത്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാളി മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ സാധകനായിട്ടുള്ള ആൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അതിൻ്റെ ശക്തി വിശേഷത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ വരുന്ന വെളിച്ചപ്പാടുകളുണ്ട് അല്ലെ, കാവ് തീണ്ടലിന് വരുന്ന വെളിച്ചപ്പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ അവർക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു കാര്യം മനസ്സിലാവും. പുരുഷന്മാരായിട്ടുള്ള ഈ വെളിച്ചപ്പാടുകളെല്ലാം സ്ത്രൈണഭാവത്തിലാണ് ആകുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ? മുടിയെല്ലാം വളർത്തി മീശയൊക്കെ കളഞ്ഞിട്ട് താടിയെല്ലാം കളഞ്ഞ് അവരുടെ നടപ്പും ഭാവങ്ങളും അവരുടെ അംഗചലനങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ ഒരു സ്ത്രൈണത അവിടെ കാണാൻ സാധിക്കും. എന്നാൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ കാവ് തീണ്ടും വരുമ്പോൾ അവരൊക്കെ ചടുലമായ ഭാവവും വളരെ ചങ്കൂരത്തോടു കൂടി അവരുടെ വരവുകളൊക്കെ ഒരു പൗരുഷഭാവത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാളി സാധനയിലൂടെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും പൂർണ്ണ പുരുഷനല്ല ഒരു വ്യക്തി, പൂർണ്ണ സ്ത്രീയും അല്ല ഒരു വ്യക്തി. അപ്പോൾ ഏറിയും കുറഞ്ഞു ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമല്ലോ, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ എന്താണ്, പുരുഷനായി ജനിച്ച് സ്ത്രൈണഭാവത്തിലേക്ക് വളർന്നു വന്ന ആൾക്കാരല്ലേ. അതുപോലെ സ്ത്രൈണഭാവത്തിൽ ജനിച്ച് പൗരുഷഭാവത്തിലേക്ക് വളർന്നവരുണ്ടല്ലോ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഭാവങ്ങളും കുടികൊള്ളുന്നു എന്ന് കാണിക്കുന്ന ഒരു മൂർത്തി കൂടിയാണ് കാളി. അതുകൊണ്ടാണ് കാളിയുടെ കയ്യിൽ ഒരു കയ്യിൽ ചെലമ്പും ഒരു കയ്യിൽ വാളുമാണ്, കാലിൽ ചെലമ്പ് ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ സമാനമായ ഭാവവിശേഷങ്ങളുള്ള ദേവി കൂടിയാണ് കാളി. അതുകൊണ്ട് തന്നെ കാളി രൂപത്തിനെ പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരേപോലെ ബാലൻസിങ് ആയിട്ട് തൻ്റെ ഉള്ളിലെ ഊർജത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും കാളി സാധന കൊണ്ടെന്നുള്ളതാണ്, പുരുഷനായാലും സ്ത്രീ ആയാലും. അപ്പോൾ ആ ഉയർത്തിക്കൊണ്ട് വരലാണ് നമ്മൾ ഈ പറയുന്ന ശക്തി. ഒരുത്തൻ്റെ പൂർണ്ണ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, മൂലാധാരത്തിലുള്ള സ്ത്രൈണഭാവം സ്ത്രീ ശക്തിയെ പുരുഷരൂപത്തിലുള്ള നമ്മൾ സഹസ്രാര പത്മത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന ഒന്നാണ് സാധന എന്ന് പറയുന്നത്. അത് എളുപ്പം സാധ്യമാകുന്നത് കാളിയിലൂടെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സാധകർക്ക് ശക്തി കൂടുതലായിട്ട് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരാളോട് സംസാരിക്കുന്ന പോലെ അയാൾ പറഞ്ഞാണ്, ഇപ്പോൾ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇതേപോലെ വരുന്ന പുരുഷന്മാർ കൂടുതലും ഒരു സ്ത്രീത്വം കൂടുതൽ വരുന്ന ആളുകളാണ്, അവർ ട്രാൻസ്ജെൻഡേഴ്സായി മാറുന്നു എന്നുള്ളൊരു വലിയൊരു പരാതി അയാൾ സംസാര വേളയിൽ ഇങ്ങനെ പറഞ്ഞു.